ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. എനിക്കറിയാം ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ പുതിയ ടിഗ്വാൻ ആർലൈൻ കണ്ടു കാണുമായിരിക്കുമെന്ന്. ഇതിന് വേറെ റിവ്യൂസും വന്നിട്ടുണ്ടാവായിരിക്കും. കാരണം ഈ വാഹനം ഇപ്പോൾ ലോഞ്ചായി. ഇതിന് മുന്നേ തന്നെ ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഫോക്സ്വാഗൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ. ഇത് മാത്രമല്ല നമ്മുടെ ഗോൾഫിൻ്റെ GTI വേർഷനും ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ടിഗ്വാൻ്റെ ആർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള ട്രിമ്മാണ്. ടിഗ്വാൻ ആറല്ല, ടിഗ്വാൻ ആറായിരുന്നെങ്കിൽ 300 മുകളിൽ BHP ഒക്കെ ഉണ്ടായിരുന്നേനെ. ഇത് നമുക്കൊരു നോർമൽ ടിഗ്വാനിൽ തന്നെ കുറച്ചൊരു സ്പോർട്ടി എലിമെൻറ്റ്സ് ഒക്കെ കയറ്റിയ വണ്ടി എന്നുള്ള രീതിയിൽ പറയാം. അതുകൊണ്ട് തന്നെ ഡിസൈനിൽ കുറച്ച് സ്പോർട്ടി ബിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. കൂടുതലും കോസ്മെറ്റിക് അപ്ഗ്രേഡ്സ് അതിൻ്റെ അകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എക്സ്റ്റീരിയറിൽ നമുക്ക് 19 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള വീൽസാണ്. പിന്നെ ഓവറോൾ ഈ വാഹനത്തിൻ്റെ അകത്ത് LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ബാക്കിലാണെങ്കിലും 3D LED ടൈലൈറ്റ്സ് ഒക്കെയാണ് കിട്ടുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരെ പോലെ ഇരിക്കുന്നു എന്ന് പലരും എനിക്ക് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം വളരെ ശരിയാണ്, ചെറിയ റെസംബ്ലൻസ് ഉണ്ട്. ഇതിന് മുന്നത്തെ ടിഗ്വാൻ കുറച്ച് എന്താ പറയുന്നത്, ഇത്തിരി ബോക്സി ലൈക്ക് ഡിസൈൻ ആയിരുന്നു, കുറച്ച് യൂറോപ്യൻ ഡിസൈൻ ആയിരുന്നു. ഈ വണ്ടിയുടെ പക്ഷേ ഡിസൈൻ ഇത്തിരി കെർവി ആയിട്ടുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ മാത്രമല്ല കുറച്ച് മോഡേൺ ആക്കുന്ന രീതിയിൽ അവർ ആ ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ ഡിസൈൻ ഫ്ലെയർസ് ഒക്കെ കുറേയൊക്കെ മാറ്റിക്കളഞ്ഞു എന്നും എനിക്ക് തോന്നി. ഇതിനകത്ത് പിന്നെ കണക്റ്റഡ് ടെയിൽ ലാംപ്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഡിസൈനെ പറ്റി അങ്ങനെ ഒരുപാടൊന്നും പറയുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ വണ്ടി കണ്ടിട്ടുള്ളതാണ്. മെയിനായിട്ട് നമുക്ക് പ്രൈസും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഇവർ ഈ വാഹനത്തിൽ ഇറക്കിയിരിക്കുന്ന പ്രൈസ് പോയിന്റിൽ വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ഷോർട്ട് കമിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡയമെൻഷൻസ് വെച്ച് നോക്കാനാണെങ്കിൽ ഈ വണ്ടി 4.5 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത് വരുന്നുണ്ട്, 1.85 മീറ്റേഴ്സിനടുത്ത് വിട്ടും വരുന്നുണ്ട്. സോ അതിലൊന്നും വലിയ കുഴപ്പമില്ല. 5 സീറ്റർ വണ്ടിയാണ്. നമുക്കിവിടെ ടിഗ്വാൻ ഇനി മുതൽ 5 സീറ്റർ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് മാത്രമല്ല, ഇൻ്റർനാഷണലി ആണെങ്കിലും ടിഗ്വാൻ ഒരു 5 സീറ്റർ മോഡലായിട്ട് തന്നെയാണ് അവർ ഈ 3rd ജനറേഷൻ മോഡൽ ഇപ്പോൾ ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പകരം ടൈറോൺ എന്ന് പറഞ്ഞ പുതിയൊരു വാഹനം വരുന്നുണ്ട്. ആ 7 സീറ്റർ ആയിരിക്കും. അതവർ ഇന്ത്യയിൽ മിക്കവാറും CKD റൂട്ട് വഴി കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഈ വണ്ടി പക്ഷേ ഇപ്പം CBO, അതായത് കംപ്ലീറ്റ്ലി ബിൽഡപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും വില ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം. 48.99 lakhs, അതായത് 49 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡ് ഏകദേശം ഒരു 58-59 ലക്ഷം രൂപ വരും. എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഫോർച്യൂണർ ലെജൻഡറൊക്കെ എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രൈസിൽ നിങ്ങളിത് എടുക്കുമോ മറ്റെടുക്കുമോ എന്നുള്ളതൊക്കെ ടോട്ടലി അവരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയും, ഈ വണ്ടി ഫോർച്യൂണറിന് റൈവലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെടുക്കുന്ന ആൾ ഒരിക്കലും പോയിട്ട് ഫോർച്യൂണർ എടുക്കാൻ പോകുന്നില്ല. ഫോർച്യൂണർ എടുക്കുന്ന ഒരാൾ ഈ വണ്ടി ഒരിക്കലും കൺസിഡർ ചെയ്യാനേ പോകുന്നില്ല. കാരണം അതവർ ടൊയോട്ടയുടെ ഒരു ബ്രാൻഡ് വാല്യൂ, റിലയബിലിറ്റി, അതുപോലെ ആ വാഹനത്തിന് ഇത്രയും കാലം എല്ലാവരും ഫോർച്യൂണർ എടുക്കുന്നു, അപ്പോൾ ഞാനും ഫോർച്യൂണർ എടുക്കുന്നു എന്നുള്ള രീതിയിൽ എടുക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാൻ മാത്രമൊന്നും ആ വാഹനത്തിലില്ല. കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്, സംഭവം ശരിയാണ്. സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇനി ഫോർച്യൂണർ ഫീച്ചേഴ്സ് കുറവാണെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. ആ സംഭവം ഈ വണ്ടിയിൽ ആക്ച്വലി ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന വാഹനത്തിൽ അവർ 360 ക്യാമറ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കോണാണ്. കാരണം ഇതിൻ്റെ പകുതിയുടെ കുറച്ചും കൂടെ പകുതി പ്രൈസ്, ഇപ്പോൾ ബലേനോ മുതലൊക്കെ നമുക്ക് 360 ക്യാമറ അവൈലബിൾ ആണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ഒമിഷനായി പോയി. ഇനി അത് മാത്രമല്ല, ഈ വാഹനത്തിനകത്ത് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ഒന്നും അവൈലബിൾ അല്ല. അത് ഈവൻ ഇവരുടെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടൈഗോൺ, ഈവൻ നമ്മുടെ ഈ അടുത്തിറങ്ങിയ കൈലാക്കിൽ വരെ അവൈലബിൾ ആണ്. എന്നിട്ടും ഫോക്സ്വാഗൻ അത് ഇവരുടെ ടിഗ്വാൻ ആർലൈനിൽ കൊടുത്തില്ല. സോ അതും വളരെ വലിയൊരു കോണാണ്. ബാക്കി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ആക്ച്വലി ഇതിനകത്ത് മസാജിങ് സീറ്റ്സ് വരെ ഉണ്ട്. പക്ഷേ എന്നിട്ടും അവർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് കൊടുത്തില്ല എന്നുള്ളതാണ്. ലംബാർ അഡ്ജസ്റ്റ്മെൻറ്റും ഇവർ കൊടുത്തിട്ടുണ്ട്, അത് 4-way ആണ്. ഇനി അതൊക്കെ പോട്ടെ, അതിന് പുറമെ നമുക്ക് 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അവൈലബിൾ ആണ്. അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അവൈലബിൾ ആണ്, വയർലെസ് ചാർജർ, ഹീറ്റഡ് സീറ്റ്സ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സെൻറ്ററിൽ കാണാവുന്ന പോലെ വളരെ വലിയ ഒരു 15 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് അവരിതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ട്രിപ്പിൾ സോൺ ഓട്ടോ AC ഒക്കെ അവൈലബിൾ ആണ്. ആ കാര്യത്തിലൊന്നും വേറെ കുഴപ്പമില്ല. സാധാരണ ഫോക്സ്വാഗൻ ഇത്രയും വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒന്നും കൊടുക്കാത്തതാണ്. പക്ഷേ എന്തായാലും അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ പാറ്റേൺ ഒക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് മെറ്റീരിയലാണ് അവർ നടുവിലത്തെ ഒരു പോർഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇഷ്ടംപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഫോർച്യൂണർ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ക്വാളിറ്റി ലെവൽസിൻ്റെ കാര്യത്തിലൊക്കെ വാഹനം ഒരുപാട് മുന്നിൽ തന്നെയാണ് തീർച്ചയായും നിൽക്കുന്നത്. അതിൽ നമുക്ക് യാതൊരു കുറ്റം പറയാനില്ല. ഈവൻ മെറ്റീരിയൽസ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫിനിഷിംഗ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് ലെതർ മെറ്റീരിയൽസ് ആയിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനി എഞ്ചിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ നമുക്ക് ആകെ ഒരൊറ്റ എഞ്ചിനെ വരുന്നുള്ളൂ. മാത്രമല്ല ഇത് ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരൊറ്റ പ്രൈസും പറഞ്ഞത്. 12 ലിറ്റർ TSI ആണ് ഈ വാഹനത്തിൽ വരുന്നത്. സെയിം നമ്മൾ മിക്ക വാഹനങ്ങളും കാണുന്ന അതേ എഞ്ചിൻ തന്നെയാണ്. ഡീസലൊന്നും ഇതിലില്ല. ഡീസൽ സ്കോഡയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അത് സൂപ്പർബിലായിരിക്കും വരുന്നത്. അത് ഉറപ്പായിട്ടും വരും കേട്ടോ. അവരെ വണ്ടി ഇന്ത്യയിൽ ഇപ്പോൾ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഈ വാഹനത്തിനകത്ത് നമുക്ക് 204 PS പവർ അഥവാ 201 BHP ആൻഡ് 320 Nm ടോർക്കാണ് കിട്ടുന്നത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇനി വരാൻ പോകുന്ന ഗോൾഫ് GTIയിൽ നമുക്ക് 265 bhp പവറുള്ള എഞ്ചിനാണ് കിട്ടുന്നത്. അതായത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ട്യൂണിലാണ് 2 TSI വരുന്നത്. അത് ഇതിൻ്റെ അകത്ത് കൊടുത്തിരുന്നെങ്കിൽ R-Line എന്ന് പറഞ്ഞ പേരിനോട് കുറച്ചും കൂടി നീതി പുലർത്തിയേനെ. പക്ഷേ അതും അവർ ചെയ്തിട്ടില്ല. എഗെയിൻ അത് കുറച്ച് മോശമായി പോയി. വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന ടൈറോൺ ആണെങ്കിലും കോഡിയാക്ക് ആണെങ്കിലും സൂപ്പർബ് ആണെങ്കിലും, സൂപ്പർബിൻ്റെ കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷേ എന്തായാലും ബാക്കി വാഹനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു 201 bhp എന്നുള്ള കണക്കിൽ തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതിനിടയിൽ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള വാഹനം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് പവർ കൂടുതലായിരുന്നെങ്കിൽ അത് നല്ലൊരു പോയിന്റ് ആയിരുന്നല്ലോ. ഇതിപ്പോൾ അതും ഈ വാഹനത്തിനില്ലാതെ പോയി. എനിവേ ഓവറോൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പാക്കേജാണ്. നിങ്ങൾക്ക് ഈ പ്രൈസ് പോയിന്റിൽ ഓടിക്കാൻ അത്യാവശ്യം നല്ല രസമുള്ളൊരു വാഹനം വേണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് DCC അതായത് ഡൈനാമിക് ഷാസി കൺട്രോളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മുടെ പുതിയ ജനറേഷൻ കോഡിയാക്കിലും ഒക്കെ അവർ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം മിക്ക കോഡിയാക്കും ഷാഫ്റ്റ് ഡ്രിവൺ ആണ്, അതുകൊണ്ട് ആരും അതൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞിട്ടാണ് സ്കോഡ അതെടുത്ത് കളഞ്ഞിരിക്കുന്നത്. പഴയ കോഡിയാക്കിൽ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാഹനത്തിൽ എന്തായാലും ഫോക്സ്വാഗൻ ഇപ്പോഴും അതൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ബേസിക്കലി നമ്മുടെ ഈ ഒരു അഡാപ്റ്റീവ് സസ്പെൻഷൻ പോലെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചൊക്കെ സസ്പെൻഷൻ അഡാപ്റ്റ് ചെയ്തോളും. അതൊക്കെ ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. സോ സ്പോർട്ടി ആയിട്ട് ഓടിക്കേണ്ടവർക്ക് അത് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ചെയ്യാം. പിന്നെ ഈ വണ്ടി 4 മോഷൻ സിസ്റ്റത്തിലാണ് വരുന്നത്. അതായത് 4 വീൽ ഡ്രൈവ് സിസ്റ്റത്തോടു കൂടിയാണ് വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് മുന്നേ വന്ന ടിഗ്വാൻ ആണെങ്കിലും 4 മോഷനിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. അതിലൊന്നും വ്യത്യാസമില്ല. കുറച്ചുകൂടെ റോഡ് ട്രിപ്പൊക്കെ ബെറ്റർ ആക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓഫ് റോഡൊക്കെ പോകാനാണെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ പോകാൻ പറ്റും. മൾട്ടിപ്പിൾ ടെറൈൻ മോഡ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. എന്തായാലും അതൊക്കെയാണ് ടിഗ്വാൻ R-Lineൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ കമൻസിൽ പറയാം. പ്രൈസിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം പറയാം. നിങ്ങളുടെ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനത്തിന് ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ തീർച്ചയായും ചെയ്യുക.